നമസ്കാരം. നമ്മളൊക്കെ നല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടി പയറും കടലയുമൊക്കെ കഴിക്കാറില്ലേ? പക്ഷെ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഇവയുടെ മുഴുവൻ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ടോന്ന്? ഇന്ന് നമ്മൾ സസ്യഭക്ഷണങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പൊ നോക്കൂ, നമ്മൾ കഴിക്കുന്ന ഈ പയറ്, ധാന്യങ്ങൾ, പിന്നെ നട്ട്സ്, ഇതൊക്കെ ആരോഗ്യത്തിന് സൂപ്പറാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? പക്ഷെ ചോദ്യം ഇതാണ്, ഇതിലെ മുഴുവൻ പോഷകങ്ങളും നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ടോ? ഈ ചോദ്യം ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൻ്റെ ഉത്തരം ചിലപ്പോൾ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ഈ ഒരു വാക്കിലാണ്: ആൻറ്റി ന്യൂട്രിയൻറ്റുകൾ. പേര് കേട്ടിട്ട് എന്തോ ഒരു വില്ലൻ കഥാപാത്രമാണെന്ന് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ശരിക്കും അങ്ങനെയല്ല. സസ്യങ്ങൾക്കില്ലേ, പ്രാണികളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നുമൊക്കെ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി പ്രകൃതി കൊടുത്ത ഒരു തരം ഡിഫൻസ് മെക്കാനിസം, ഒരു പടച്ചട്ട എന്നൊക്കെ പറയാം. പക്ഷെ അവിടെയാണ് ഒരു ചെറിയ ട്വിസ്റ്റ്. നമ്മൾ ഈ സസ്യങ്ങൾ കഴിക്കുമ്പോൾ ഈ ആൻറ്റി ന്യൂട്രിയൻറ്റുകൾ ചില നല്ല പോഷകങ്ങളെ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത് തടയും. അപ്പോൾ ഈ ആൻറ്റി ന്യൂട്രിയൻറ്റുകളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനിയാണ് ഫൈറ്റിക് ആസിഡ്. നമുക്കാദ്യം അയാളെ ഒന്ന് പരിചയപ്പെടാം, അല്ലേ? അപ്പോൾ ഈ ഫൈറ്റിക് ആസിഡ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? സത്യം പറഞ്ഞാൽ നമ്മളേറ്റവും ഹെൽത്തിയാണെന്ന് പറഞ്ഞു കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് കേട്ടോ. പയറ്, കടലവർഗ്ഗങ്ങൾ, പിന്നെ തവിടുള്ള അരി, ക്വിനോവ, അതുപോലെ ബദാം, ചിയ സീഡ്സ്, അങ്ങനെ ആ ലിസ്റ്റ് അങ്ങ് നീണ്ടുപോകും. ശരി, അപ്പോൾ ഈ ഫൈറ്റിക് ആസിഡ് എന്താണ് ശരിക്കും ചെയ്യുന്നത്? അതിങ്ങനെ ഒരു മാഗ്നറ്റ് പോലെയാണ്, ഒരു കാന്തം. നമ്മുടെ ശരീരത്തിന് വേണ്ട അയൺ, സിങ്ക്, കാൽഷ്യം, മഗ്നീഷ്യം, ഈ മിനറൽസിനെയെല്ലാം അത് പോയി പിടിച്ചെടുക്കും, അതിനോട് ചേർത്ത് നിർത്തും. അതോടെ എന്ത് സംഭവിക്കും? ആ പോഷകങ്ങളൊന്നും നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റാതാവും. അതാണ് ഇവിടുത്തെ മെയിൻ ഇഷ്യൂ. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല കേട്ടോ. ഈ ഫൈറ്റിക് ആസിഡ് ഈ ഗ്യാങ്ങിലെ ഒരാൾ മാത്രമാണ്. ഇയാളെപ്പോലെ വേറെയും കുറച്ചുപേരുണ്ട് ഈ കൂട്ടത്തിൽ. ഇങ്ങോട്ട് നോക്കിയേ, ഫൈറ്റിക് ആസിഡ് മാത്രമല്ല, നമ്മൾ എന്നും കുടിക്കുന്ന ചായയിലും കാപ്പിയിലുമൊക്കെയുള്ള ടാനിനുകളില്ലേ, അത് അയൺ അബ്സോർബ് ചെയ്യുന്നത് കുറയ്ക്കും. അതുപോലെ ചീരയിലും ബീട്രൂട്ടിലുമൊക്കെയുള്ള ഓക്സലേറ്റുകൾ അത് കാൽസ്യത്തെ പിടിച്ചുവെക്കും. ചില പയർവർഗ്ഗങ്ങളിലുള്ള ലെക്റ്റിനുകൾ ദഹനത്തെ ചെറുതായിട്ടൊന്നും ബാധിച്ചേക്കാം. പിന്നെ സോയാബീനിലൊക്കെ പ്രോട്ടീൻ ദഹിക്കുന്നത് കുറയ്ക്കുന്ന ചില ഘടകങ്ങളുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പണിയാണ്. അയ്യോ, അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഈ ഭക്ഷണങ്ങളൊക്കെ ഇനി ഒഴിവാക്കണോ എന്നാണോ ചിന്തിക്കുന്നത്? വേണ്ട, ഒരിക്കലുമില്ല. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഇവിടെ കാര്യം ഇതൊന്നും ഒഴിവാക്കുന്നതിലല്ല, മറിച്ച് നമ്മളിത് എങ്ങനെ തയ്യാറാക്കുന്നു എന്നതിലാണ്. നമുക്കിതിനെ ഇങ്ങനെയൊന്ന് സങ്കല്പിച്ചു നോക്കാം. ഈ സസ്യങ്ങളിലെ പോഷകങ്ങളില്ലേ, അതൊരു വലിയ നിധിപ്പെട്ടിയാണെന്ന് വെക്കുക. അപ്പോൾ ഈ ആൻറ്റി ന്യൂട്രിയൻറ്റുകളാണ് ആ പെട്ടിയുടെ പൂട്ട്. പക്ഷെ ഒരു സന്തോഷവാർത്തയുണ്ട്. ആ പൂട്ട് തുറക്കാനുള്ള താക്കോൽ ദൂരെയെങ്ങുമല്ല, നമ്മുടെ എല്ലാം അടുക്കളയിൽ തന്നെയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ താക്കോലുകളെന്നല്ലേ? വളരെ സിമ്പിളാണ്. ഒന്നാമത്തേത് കുതിർക്കൽ. നമ്മൾ പയറും കടലയുമൊക്കെ കറി വെക്കുന്നതിന് മുൻപ് വെള്ളത്തിലിട്ട് വെക്കാറില്ലേ? അത് വെറുതെയല്ല. 2, മുളപ്പിക്കുന്നത്. ഇത് ആൻറ്റി ന്യൂട്രിയൻറ്റുകളെ കുറയ്ക്കാൻ ഒരു 1.5 വഴിയാണ്. മൂന്നാമത്തേത് ഫെർമെൻറ്റേഷൻ, അതായത് പുളിപ്പിക്കുന്നത്. നമ്മുടെ ദോശമാവിൻ്റെ കാര്യം ഓർത്താൽ മതി. പിന്നെ 4ാമതായി ഏറ്റവും എളുപ്പമുള്ളത് ശരിയായിട്ടുള്ള പാചകം. ഈ ഒരു ചെറിയ മാറ്റമുണ്ടാക്കുന്ന വ്യത്യാസം എത്ര വലുതാണെന്ന് നോക്കിക്കേ. പച്ചപ്പയറിൽ ഫൈറ്റിക് ആസിഡിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അത് പോഷകങ്ങളെ ബ്ലോക്ക് ചെയ്തു വെക്കും. പക്ഷേ നമ്മളതിനെ കുതിർത്ത് വേവിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫൈറ്റിക് ആസിഡ് നല്ല രീതിയിൽ കുറയും. അതോടെ കൂടുതൽ അയണും സിങ്കുമൊക്കെ നമ്മുടെ ശരീരത്തിന് കിട്ടും. കണ്ടില്ലേ? ഒരു ചെറിയ സ്റ്റെപ്പ്, പക്ഷേ അതിൻ്റെ റിസൾട്ട് വളരെ വലുതാണ്. ഈ പാചകരീതികൾ മാത്രമല്ല, നമ്മുടെ ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതും ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. അതൊരു ടൂൾ കിറ്റ് പോലെയാണ്. ശ്രദ്ധിക്കേണ്ട ചില ഫുഡ് കോമ്പിനേഷൻസ് ഉണ്ട്. ഇപ്പോൾ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് നമ്മുടെ നാരങ്ങ, ഓറഞ്ച്, നെല്ലിക്ക, ക്യാപ്സിക്കം, ഇതൊക്കെ അയൺ അടങ്ങിയ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിച്ചാൽ അയൺ ശരീരം വലിച്ചെടുക്കുന്നത് പല മടങ്ങ് കൂടും. അതുപോലെ നമ്മുടെ കറികളിൽ എപ്പോഴും ചേർക്കുന്ന വെളുത്തുള്ളിയും സവാളയും ഉണ്ടല്ലോ, അവരും ഈ കാര്യത്തിൽ സൂപ്പറാം. പിന്നെ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ, അവ ദഹനത്തിന് സഹായിക്കുന്ന നല്ല എൻസൈമുകളും തരും. അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ? ഈ ആൻറ്റി ന്യൂട്രിയൻറ്റുകളെന്ന് പറയുന്നത് നമ്മൾ പേടിക്കേണ്ട ഒരു വില്ലനൊന്നുമല്ല. മറിച്ച് ഇവയെക്കുറിച്ച് അറിയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ എങ്ങനെ നേടിയെടുക്കാമെന്ന് പഠിക്കാനുള്ളൊരു വഴിയാണ്. ഇത് പേടിക്കാനല്ല, കുറച്ചുകൂടി സ്മാർട്ടായി ഭക്ഷണം കഴിക്കാനാണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഈ പുതിയ അറിവൊക്കെ വെച്ച് നിങ്ങളുടെ അടുക്കളയിലെ ഏത് ഭക്ഷണത്തിൻ്റെ പവറാണ് നിങ്ങൾ ആദ്യം അൺലോക്ക് ചെയ്യാൻ പോകുന്നത്? ഈ പറഞ്ഞ ചെറിയ മാറ്റങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നോ? നിങ്ങളുടെ ശരീരം ഉറപ്പായും നിങ്ങളോട് നന്ദി പറയും.